ലോക്സഭയിലേക്ക് തന്നെയാണ്. വനിതാ സംവരണ ഭേദഗതി ബില്ലിലേക്ക് തന്നെയാണ്. ബില്ലിൽ ഇന്ന് വോട്ടെടുപ്പുണ്ട്. ലോക്സഭയിൽ ബിൽ സഭ കടക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്യും എന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മയുടെ തീരുമാനം. ഭരണഘടനാ ഭേദഗതിയായതിനാൽ ബിൽ ലോക്സഭ കടക്കണമെങ്കിൽ 2/3 ഭൂരിപക്ഷം ആവശ്യമാണ്. അതിനാൽ ബിൽ ലോക്സഭ കടന്നേക്കില്ല. വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന വോട്ടെടുപ്പിന് മുൻപ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചർച്ചയ്ക്ക് മറുപടി പറയും. പ്രതിപക്ഷ നിരയിൽ നിന്ന് രാഹുൽ ഗാന്ധി സംസാരിച്ചേക്കും. PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. അരവിന്ദ്, ഗുഡ് മോർണിംഗ്. ഏറ്റവും ആകാംക്ഷയോടെ ഇന്ന് രാജ്യം നിൽക്കുന്നത് ലോക്സഭയിൽ ഇന്ന് എന്ത് സംഭവിക്കും എന്നതാണ്. ചർച്ച ഇന്ന് പുലർച്ചെ 1 മണിവരെ ചർച്ച നീണ്ടിരുന്നു. രണ്ടാം ദിവസവും ചർച്ച 11 മണിയോടെ തുടങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയായിരുന്നു ഇന്നലത്തെ ലോക്സഭയിലെ ചർച്ചകൾ പോയത്? ഒപ്പം ഇന്ന് വോട്ടെടുപ്പ് വരുമ്പോൾ ഈ ബിൽ പാസ്സാകാനുള്ള ഒരു അംഗബലം അത് ഭരണകക്ഷിക്ക് ഇല്ലല്ലോ. എങ്ങനെയാണ് കാര്യങ്ങൾ പോകുക? ദിൽനാലും വനിതാ സംവരണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്ന് പുലർച്ചെ 1 മണിക്കാണ് ആദ്യ ദിവസത്തെ ചർച്ച അവസാനിച്ചത്. ഇന്ന് 11 മണി കഴിയുമ്പോൾ തന്നെ ചർച്ച പുനരാരംഭിക്കും. ഇന്നലെ നിരവധി അംഗങ്ങൾ ഈ ബില്ലുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. കൃത്യമായി പ്രതിപക്ഷത്തിലെ എല്ലാ അംഗങ്ങളും ബില്ലിനെ എതിർക്കുന്നതാണ് നമുക്ക് ലോക്സഭയിൽ കാണാൻ സാധിച്ചത്. കൃത്യമായി തന്നെ അവർ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കിയിരുന്നു. നേരത്തെ തന്നെ ഇന്ത്യ സഖ്യം യോഗം ചേരുകയും ബില്ലിനെ ശക്തമായി തന്നെ എതിർക്കണം എന്ന് തീരുമാനിക്കുകയും ചെയ്തിരുന്നു. പ്രധാനമായും വനിതാ സംവരണത്തിന് ഞങ്ങൾ എതിരല്ല, മറിച്ച് മണ്ഡല പുനർനിർണ്ണയം എന്ന വിഷയം ഇതുമായി ിലാണ് ആ പ്രതിപക്ഷം അടക്കം ഒന്നടങ്കം വിമർശനം ഉന്നയിക്കുന്നത്. ഇത്ര തിടുക്കപ്പെട്ട ഈ ബില്ലുമായി കൊണ്ടുവന്നത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യങ്ങൾക്ക് വേണ്ടി തന്നെ എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. കൃത്യമായ വിമർശനം പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ സംസാരിച്ചിരുന്നു. പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത് 50% സംവരണമാണ് സംസ്ഥാനങ്ങൾക്ക് നൽകുക. നിലവിലെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കുള്ള പ്രാതിനിധ്യമൊന്നും ലോക്സഭയിൽ കുറയാൻ പോകുന്നില്ല എന്നതായിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഈ ബില്ലിൽ പറഞ്ഞിട്ടില്ല. ഇത് തന്നെയാണ് പ്രതിപക്ഷം പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. പ്രധാനമന്ത്രി നാടകം കളിക്കുന്നു എന്നതാണ് KC വേണുഗോപാലും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. പിന്നീട് വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾക്കടക്കം ലോക്സഭ സാക്ഷ്യമാകുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ ചർച്ച വലിയ രീതിയിൽ നീണ്ടുപോവുകയും ചെയ്തത്. ഇന്ന് പുലർച്ചെ 1:30 കൂടിയാണ് ആദ്യ ദിവസത്തെ ചർച്ച അവസാനിച്ചത്. എന്തായാലും ഇന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സഭയിൽ സംസാരിക്കുമെന്നതാണ് അറിയുന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബില്ലിന്മേലുള്ള ചർച്ചയിൽ മറുപടി പറയും. അതിനുശേഷം 4 മണിക്കാണ് ബില്ലിൽ വോട്ടെടുപ്പ് നടക്കുക. ഭരണഘടനാ ഭേദഗതി ബില്ലായതുകൊണ്ട് തന്നെ 3/2 ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് ലോക്സഭ കടക്കാനുള്ള സാധ്യതയില്ല. ഇതുകൂടാതെ ഇനി ആരെങ്കിലും മറുകണ്ഠത്തിലേക്ക് വോട്ട് ചെയ്യണമെങ്കിൽ മാത്രമായിരിക്കും ബില്ല് ലോക്സഭ കടക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം വിവിധ കോണിൽ നിന്ന് ഉയർന്നു വന്നതിന് പിന്നാലെയാണ് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനുള്ള തീരുമാനമുണ്ടാകുന്നത്. കാരണം ഇനി കാരണം ബില്ല് പാസ്സാകാതിരുന്നാൽ ഇത് തെരഞ്ഞെടുപ്പ് ബംഗാളിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു വേളയാണ്. വനിതാ സംവരണത്തിന് പ്രതിപക്ഷം എതിരെന്നൊരു പ്രചാരണമായിരിക്കും BJPയുടെ ഭാഗത്തുനിന്നുണ്ടാവുക. എന്തായാലും ബില്ലിനെ ശക്തമായി തന്നെ എതിർക്കുക എന്നതാണ് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാ അംഗങ്ങളോടും ഇന്ന് സഭയിൽ എത്തണമെന്ന നിർദ്ദേശം നേരത്തെ തന്നെ പാർട്ടികൾ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ബില്ല് അവതരണത്തിന് തന്നെ അനുമതി ലഭിച്ചത് വോട്ടെടുപ്പിലൂടെയാണ്. 251 പേർ അനുകൂലിച്ച് വോട്ട് ചെയ്തപ്പോൾ 185 പേർ ആ ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തിരുന്നു. സമാനമായ രീതിയിലാണ് പോളിംഗ് പോകുന്നതെന്ന് എങ്കിൽ പോലും ബില്ല് പാസ്സാകാനുള്ള സാധ്യത നിലനിൽക്കുന്നില്ല. എന്തായാലും ബില്ല് പാസ്സാകാനുള്ള സാധ്യത അത് വളരെയധികം കുറവാണ്. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിന്നാൽ ബില്ല് ഒരു കാരണവശാലും ലോക്സഭ കടക്കില്ല. ദിൽനാനു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.